ഹലോ ഗായ്സ്, എല്ലാവർക്കും സക്സസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റോസ്മോൻ. ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ CHSL 13 ഒക്ടോബർ നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിലെ ജനറൽ അവയർനെസ് ചോദ്യങ്ങളുമായാണ്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അഡോപ്റ്റഡ് എ റീഡിസൈൻഡ് ലോഗോ കൺസിസ്റ്റിംഗ് ഓഫ് ദ നാഷണൽ എംബ്ലം ആൻഡ് ദ സ്റ്റേറ്റ് ഫ്ലവർ ദ ഫോക്സ്ടെയിൽ ഓർക്കിഡ് ഓൺ 9th January 2020? അതായത് 2020 ഏത് സംസ്ഥാനമാണ് ഈ ഓർക്കിഡിനെ അവരുടെ ലോഗോ നാഷണൽ എംബ്ലത്തിൽ ഉൾപ്പെടുത്തിയത്? ഓക്കെ, അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓർക്കിഡ് സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാ? അരുണാചൽ പ്രദേശാണ് നമ്മുടെ ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം അല്ലെങ്കിൽ ഓർക്കിഡ് സ്റ്റേറ്റ് ഒക്കെ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അവിടെ ഒരുപാട് ഓർക്കിഡിൻ്റെ വേരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ ഓർക്കിഡ് സംസ്ഥാനം എന്ന് വിളിക്കുന്നത്. പിന്നെ അരുണാചൽ പ്രദേശിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശാണ്. പിന്നെ എന്താണ്? ഏറ്റവും കുറച്ച് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനവും ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3, അരുണാചൽ പ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ടിബറ്റ് ആൻഡ് എൻഡേഴ്സ് ഇന്ത്യ ത്രൂ അരുണാചൽ പ്രദേശ്? വീണ്ടും അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏത് നദിയാണ് ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശ് വഴി ഇന്ത്യയിലേക്ക് കടക്കുന്നത്? ഏതാണ്? നമുക്ക് ഹിമാലയൻ റിവേഴ്സാണ് എന്നറിയാം അല്ലേ? ഏതൊക്കെ ഹിമാലയൻ റിവേഴ്സ്? ഗംഗ, ബ്രഹ്മപുത്ര എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പോൾ അതിലേതാണ്? ഇതിൽ ബ്രഹ്മപുത്രയാണ് അല്ലേ? ബ്രഹ്മപുത്ര എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? ടിബറ്റിൽ മാനസരോവർ ലേക്ക്, അതായത് കൈലാഷ് റേഞ്ചിലുള്ള മാനസരോവർ ലേക്കിൽ നിന്ന് ഉത്ഭവിച്ച് അത് അരുണാചൽ പ്രദേശിലൂടെ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നിട്ട് അത് ആസാം അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നിട്ട് എവിടെ? ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 4, ഓപ്ഷൻ 4 ബ്രഹ്മപുത്ര റിവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വൺ ദ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡ് ഇൻ IPL 2019? IPL 2019 ഏറ്റവും വില കൂടിയ താരം ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ആൻഡ്രേ റസലാണ്. ഓക്കെ, ഓപ്ഷൻ 3 ആൻഡ്രേ റസൽ. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രൈസിന് മേടിച്ചത്, അതായത് ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്ത് മേടിച്ചത് ഇദ്ദേഹത്തെയാണ്, ആൻഡ്രേ റസലിനെയാണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ നോവൽ ക്വിച്ചോട്ട് വാസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ 2009 ബുക്കർ പ്രൈസ്. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദിസ് ബുക്ക്? അതായത് 2019 ബുക്കർ പ്രൈസ് ലഭിച്ചത് ഈ ബുക്കാണ്. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഓതർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള ആരാണ്? സൽമാൻ റുഷ്ദിയാണ്. ഇദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യൻ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പൗരനാണ്. ഓക്കെ, ഇദ്ദേഹം മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കൂടുതൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ളൊരു പശ്ചാത്തലമുള്ള കഥകളാണ് കൂടുതൽ ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ഓഫ് ഉത്തർപ്രദേശ് സ്റ്റാർട്ടഡ് ദ സെക്കൻഡ് ഫേസ് ഓഫ് മിഷൻ ഇന്ദ്രധനുഷ് 2.0 അറ്റ് ദ ബ്ലോക്ക് ലെവൽ ഓൺ 7th January 2020? അതായത് എന്താണ് മിഷൻ ഇന്ദ്രധനുഷ്? 2014 BJP സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. എന്താണ്? അതായത് 90%, 100% അവർ ലക്ഷ്യം കൈവരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം വെക്കുന്നത് എല്ലാ പിള്ളേരും എന്ത് ചെയ്യുക, കുട്ടികളെ എന്ത് ചെയ്യുക, വാക്സിനേഷൻ കൊടുക്കുക അല്ലേ? അതായത് പോളിയോ വാക്സിൻ, DPT അങ്ങനെ കുറേ വാക്സിൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് എല്ലാ കുട്ടികൾക്കും അത് കിട്ടുന്ന രീതിയിൽ, അതായത് കിട്ടിയോന്ന് ഉറപ്പാക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ പേരാണ് മിഷൻ ഇന്ദ്രധനുഷ്. ഇപ്പോൾ അത് ഉത്തർപ്രദേശ് ഈ കറണ്ട് അഫെയർ ആണത്. January 2020 35 ഡിസ്ട്രിക്റ്റോടു കൂടിയാണ് എന്ത് ഉത്തർപ്രദേശ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത്. ഇൻ വിച്ച് ബാറ്റിൽ ഡിഡ് അഹമ്മദ് ഷാ അബ്ദാലി ഡിഫീറ്റ് ദ മറാത്താസ്? അഹമ്മദ് ഷാ അബ്ദാലി മറാത്താസിനെ ഏത് ബാറ്റിലാണ് പരാജയപ്പെടുത്തിയതാണ് ചോദ്യം. നോക്കാം. 3rd ബാറ്റിൽ ഓഫ് പാനിപ്പട്ടാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ആരൊക്കെ തമ്മിലായിരുന്നു? നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ എന്താ പറയുക, മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടേഷനായിട്ടുള്ള ഒരു യുദ്ധമാണ് എന്ത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് അല്ലേ? അതാരൊക്കെ തമ്മിലാണ്? ബാബർ, മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബറും ആ സമയത്ത് ലോധി വംശത്തിലെ അവസാന രാജാവായ ഇബ്രാഹിം ലോധിയും തമ്മിലാണ് അല്ലേ? സെക്കൻഡ് ബാറ്റിൽ ആരാണ്? ഹുമയൂണിൻ്റെ മകനായ അക്ബർ അല്ലേ? അക്ബറും ആരാണ്? മഹാറാണ ഹെമു എന്ന് പറഞ്ഞ രാജാവുമായിട്ടാണ് രണ്ടാമത്തെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. മൂന്നാമത്തത് ആരാണ്? അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്താസുമായിട്ടാണ്. അതിൽ മറാത്താസ് പരാജയപ്പെടുകയും അഹമ്മദ് ഷാ അബ്ദാലി വിജയിക്കുകയും ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വോളിയം ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ? ഓക്കെ, മെയിനായിട്ട് അവഗാഡ്രോസ് ലോ, ബോയൽസ് ലോ, ചാൾസ് ലോ, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും SSCക്കും PSCക്കൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലേ? അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ചാൾസ് ലോ അല്ല, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതായത് V പ്രൊപ്പോർഷണൽ ടു T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതാണ് കണ്ടീഷൻ. അപ്പോൾ ആ ലോ ആയിട്ട് ബന്ധപ്പെട്ട് ഏതാ വരുന്നത്? ചാൾസ് ലോ ആണ്. ഓക്കെ, ഇനി ബോയൽസ് ലോ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? V പ്രൊപ്പോർഷണൽ ടു 1/P, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ് V. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇത് അടുത്ത ദിവസം നോക്കാം.
വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് പ്രോം? എന്താണ് പ്രോം? പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. എല്ലാവർക്കും അറിയാവുന്നതാണ്, കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ഓഗസ്റ്റ് 2019 രംബീർ സിംഗ് ഖോഖർ വൺ ദ ദ്രോണാചാര്യ അവാർഡ് ഇൻ ലൈഫ് ടൈം കാറ്റഗറി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ഇൻ. ഈ ദ്രോണാചാര്യ അവാർഡ് കഴിഞ്ഞ ഷിഫ്റ്റിന് ചോദിച്ചിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അത് ആർക്ക് കൊടുക്കുന്ന അവാർഡ് ആണെന്നാണ് ചോദിച്ചത്. അതായത് കോച്ചസിന് കൊടുക്കുന്ന അവാർഡാണ് ഇത് ദ്രോണാചാര്യ അവാർഡ് അല്ലേ. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് രംബീർ സിംഗ് ഖോഖറിന് ഈ അവാർഡ് കൊടുത്തിരുന്നു. അത് അദ്ദേഹം ഏത് മേഖലയിലെ കോച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് അദ്ദേഹം കബഡി കളിക്കാരനാണ്. ഓക്കെ, കബഡിയിലെ കോച്ചാണ് ആര്? ഈ രംബീർ സിംഗ് ഖോഖർ. ഓക്കെ, ഇനി കബഡി കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു ഭൂട്ടാൻ്റെ ദേശീയ വിനോദം എന്താണ്? ഭൂട്ടാൻ്റെ ദേശീയ വിനോദം ആർച്ചറിയാണ്. അതുപോലെ കബഡി ആരുടെയാണ്? കബഡി ബംഗ്ലാദേശിൻ്റെ ദേശീയ വിനോദം കബഡിയാണ്. നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയുടെ ദേശീയ വിനോദം ഏതാ? ദേശീയ കായിക വിനോദം അവർക്ക് വോളിബോളാണ്. നമ്മുടെ ഇന്ത്യയുടെ ഏതാ? ഹോക്കിയാണ്. പാകിസ്ഥാൻ്റെയും ഹോക്കിയാണ്. ഓക്കെ, അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ത്രൂ എ ബോംബ് ഇൻ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എലോങ് വിത്ത് ഭഗത് സിംഗ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദ പബ്ലിക് സേഫ്റ്റി ബിൽ ഇൻ 1929? അതായത് ഭഗത് സിംഗിൻ്റെ ഒപ്പം ആരാണ് അന്ന് ഈ ബില്ലിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോംബ് എറിയുകയും ചെയ്തത്? ആരാണ്? നമുക്ക് നോക്കാം. സുഭാഷ് ചന്ദ്രബോസ് അല്ല, ചന്ദ്രശേഖർ ആസാദ് അല്ല, രാജ്ഗുരു അല്ല, പിന്നെ ആരാണ്? ബട്ടുകേശ്വർ ദത്ത്. ഓക്കെ, ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ഓപ്ഷൻ 4 ബട്ടുകേശ്വർ ദത്താണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി 1930 ഇദ്ദേഹം 1929 ആണ് ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഭഗത് സിംഗ് തൂക്കിലേറ്റുന്നത് എന്തിനാ? ഭഗത് സിംഗ് തൂക്കിലേറ്റുന്നത് സാൻഡേഴ്സ്, അതായത് ലാലാ ലജ്പത് റായിനെ ബൂട്ട് കൊണ്ട് ചവിട്ടി മരണത്തിനിടയാക്കിയ സാൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥനെ വെടിവെച്ച് വന്നതിനാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മയൂർഭഞ്ച് ചാവു ഈസ് എ ഫോക്ക് ഡാൻസ് ഫോം ഓഫ് വിച്ച് സ്റ്റേറ്റ്? SSCക്ക് എപ്പോഴും ഫോക്ക് ഡാൻസ് രൂപങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ഷിഫ്റ്റിലും ചോദിച്ചിരുന്നു. അത് വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ബൈത്താലി അങ്ങനെ ഒരു ഫോക്ക് ഡാൻസ് ചോദിച്ചിരുന്നത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് മയൂർഭഞ്ച് ചാവു. ഇത് മയൂർഭഞ്ച് ചാവു ഇതാരുടെയാണ്? ഇത് ഒഡീഷയുടെയാണ് കേട്ടോ. ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിത്ത് റെഫറൻസ് ടു മെറ്റൽസ് ആൻഡ് ദെയർ ഓർസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് ഇൻകറക്റ്റ്? ഇതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലൂമിനിയം ക്രയോലൈറ്റ് ശരിയാണ്, കാരണം അലൂമിനിയത്തിൻ്റെ ഓറാണ് ക്രയോലൈറ്റ്. ഓക്കെ, ഇനി മെർക്കുറിയുടെ ഓറാണ് എന്ത്? ഗ്രീനോക്കൈറ്റ് അല്ല. മെർക്കുറിയുടെ ഓറ് ഗ്രീനോക്കൈറ്റ് അല്ല. മെർക്കുറിയുടെ ഓർ ഏതാണ്? സിന്നബാർ ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. മെർക്കുറിയുടെ ഓറ് സിന്നബാർ എന്ന് പറയും. സിന്നബാറിൽ നിന്നാണ് മെർക്കുറി കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ബാക്കി ഗോൾഡ് ശരിയാണ്, കൊബാൾട്ട്, സ്മെലൈറ്റ് അതും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് ഏഷ്യൻ പ്ലെയർ ടു വിൻ ദ ജൂനിയർ വിംബിൾഡൺസ് ബോയ്സ് സിംഗിൾസ് ടൈറ്റിൽ? ഇത് ആ സമയത്തുള്ളൊരു കറണ്ട് അഫെയർ ആണ്. ഇതിൻ്റെ ആൻസർ ആരാണ്? ഓപ്ഷൻ 4 രാമനാഥൻ കൃഷ്ണനാണ് ഇതിൻ്റെ ആൻസർ. രാമനാഥൻ കൃഷ്ണൻ. ഓക്കെ, ഇനി 14th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐ ഡിസോർഡേഴ്സ് ഈസ് നോൺ ആസ് ലേസി ഐ? അതായത് എന്താ? മടിയനായ കണ്ണ് എന്നറിയപ്പെടുന്നത്. അതായത് ഈ കൊച്ചു കുട്ടികളിൽ എന്തായിരുന്നു? ചിലപ്പോൾ ഒരു കണ്ണ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, മറ്റേ കണ്ണ് മാത്രം ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പോൾ ബ്രെയിനിൻ്റെയും ഈ നമ്മുടെ കണ്ണിലെ നെർവസ് സിസ്റ്റത്തിൻ്റെയും ഒരു ഫോൾട്ടാണത്. അതിന് പറയുന്ന ഒരു പേരാണ് ലേസി ഐ. അതിന് ശരിക്കുള്ള പേരാണെന്ത്? അംബ്ലിയോപ്പിയ. ഓക്കെ, അംബ്ലിയോപ്പിയാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. ഇതൊക്കെ നമുക്കറിയാം. ഇത് ലോങ് സൈറ്റ്, ഇത് ഷോർട്ട് സൈറ്റ്. അത് അടുത്തുള്ള കാഴ്ചകൾ കാണുന്നു, ഇത് ദൂരെയുള്ള കാഴ്ചകൾ കാണുന്നു. ഇത് കണ്ണിൻ്റെ തന്നെ ഒരു ഫോൾട്ടാണ്. വയസ്സാവും തോറും കണ്ണിൻ്റെ കാഴ്ചശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണിത് പ്രസ് ബയോപ്പിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വിച്ച് കമ്പനി വാസ് റാങ്ക്ഡ് ആസ് ദ ലാർജസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് PSU ഇൻ ഇന്ത്യ ഫോർ ദ ഫിസിക്കൽ ഇയർ 2018 to 2019? ഓക്കെ, ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ONGC ആണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഇതൊരു നവരത്ന കമ്പനിയല്ല, മഹാരത്ന കമ്പനിയാണ് കേട്ടോ. നവരത്ന കമ്പനികൾ, മഹാരത്ന കമ്പനികൾ എന്ന് പറഞ്ഞ് നമ്മുടെ PSUവിനെ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് BPCL, ONGC, ഇന്ത്യൻ ഓയിൽ അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ എന്താണ്? അത് മഹാരത്ന കമ്പനിയാണ്. ഇനി HAL, നമ്മുടെ എയർപോർട്ട് അതോറിറ്റി, അതൊക്കെ നവരത്ന കാറ്റഗറി വരുന്ന കമ്പനീസാണ്. ഓക്കെ, അങ്ങനെ പല പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്താണ്? അതാണ് മഹാരത്ന. അപ്പോൾ അതിൽ വരുന്നത് ഏതാണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC. ഓക്കെ, 16th ദിവസം നോക്കാം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇൻ ഇന്ത്യ? അതായത് PSUവിൻ്റെ പിതാവ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ONGC, BPCL അങ്ങനെ കുറേ കമ്പനികൾ വരാൻ കാരണമായ വ്യക്തിയാണ്. അതാരാണ്? ഡോക്ടർ V കൃഷ്ണമൂർത്തിയാണ്. ഓക്കെ, PC മഹലനോബിസിൻ്റെ ഒക്കെ ഒരു സുഹൃത്തും അങ്ങനെ അവരുടെ ഒരു കൊളീഗ് കൂടിയായിരുന്നു ആര്? ഡോക്ടർ V കൃഷ്ണമൂർത്തി. ഇദ്ദേഹമാണ് PSUവിൻ്റെ പിതാവ്, ഇന്ത്യയിലെ PSUവിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നോക്കാം. ദ ഡിസംബർ 1929 സെഷൻ ഓഫ് കോൺഗ്രസ് ഇൻ വിച്ച് ദ റെസൊല്യൂഷൻ ഫോർ പൂർണ്ണ സ്വരാജ് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ. അതായത് പൂർണ്ണ സ്വരാജ് എന്താണ് പൂർണ്ണ സ്വരാജ്? അത് പൂർണ്ണ സ്വരാജ് എന്ന് പാസ്സാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1930 ജനുവരി 26. ഈ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജനുവരി 26 അതായത് 1950 നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അത് റീസൺ ആണ്. അത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്, SSCക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ കോൺഗ്രസിൻ്റെ, അതായത് അവർ ഡിസംബർ 1929 ഇവർ സമ്മേളനം വിളിച്ചു കൂട്ടിയതെങ്കിലും പാസ്സാക്കിയത് ജനുവരി 26. ഓക്കെ, ഈ സമയത്ത് പ്രിസൈഡ് ചെയ്ത ആളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇനി 18th ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡിസ്ക്രൈബ്ഡ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടനയെ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ജാതകം എന്ന് വിളിച്ചത് ആരാണ്? KM മുൻഷി. ഓക്കെ, KM മുൻഷിയാണ്. ഓക്കെ, പലരും പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രിയാമ്പിളിനെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ ഭരണഘടന റിട്സുകൾ വിളിച്ചിട്ടുണ്ട്, കീ സ്റ്റോൺ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അംബേദ്കർ, അങ്ങനെ ഓരോന്നിനും വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ എന്താ പറയുന്നത്, പ്രിയാമ്പിളിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പൊളിറ്റിക്കൽ ജാതകം എന്ന് വിളിച്ചത്. അതായത് പ്രിയാമ്പിൾ ആമുഖം എഴുതിയതാരാ? ജവഹർലാൽ നെഹ്റു. എന്താണ് കാരണം? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഓക്കെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതായത് ആമുഖം, നമ്മുടെ പ്രിഫേസ് എന്ന് പറയുന്നത് അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും തുടക്കമുള്ള നമ്മുടെ ഇന്ത്യ എന്ത് രാജ്യമാണെന്നുള്ളൊരു ഇതാണ് പ്രിയാമ്പിൾ. അത് എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്, അതിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇതിനെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് വിളിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KM മുൻഷി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ ലെഡ് ദ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ഓർ ദ്രാവിഡൻ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ബ്രാഹ്മണിസം? ഓക്കെ, ഇത് വേറൊന്നുമല്ല, നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. പെരിയോർ എന്നൊക്കെ പറയുന്നത് പെരിയാർ രാമസ്വാമി നായ്ക്കർ. ഓക്കെ, ഇദ്ദേഹത്താണ് ഇതിൻ്റെ ആൻസർ. ഈറോഡ് വെങ്കട്ടപ്പ രാമസ്വാമി. ഇദ്ദേഹത്തിൻ്റെ ശരിയായ പേരാണ് ഈറോഡ് വെങ്കട്ടപ്പ രാമസ്വാമി. ഇദ്ദേഹത്തിന് എന്താണ് ഫാദർ ഓഫ് ദ്രാവിഡൻ എന്ന് പറയുന്നത് ആരാണ്? പെരിയോർ അല്ലെങ്കിൽ പെരിയാർ രാമസ്വാമി നായ്ക്കർ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഖാരോ ഖാസി റേഞ്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഖാസി ഖാരോ കുന്നുകളെന്ന് നമ്മൾ PSCയിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കുന്നുകൾ കൂടിയാണ് ഇത്, ഖാസി ഖാരോ കുന്നുകളല്ലേ. അതെവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം തന്നെ? എവിടെയാണ്? മേഘാലയാണ് അല്ലേ. ചിറാപുഞ്ചി, മൗസിൻ റാം എന്നൊക്കെ ഫേമസ് ആയിട്ടുള്ള മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതെവിടെയാണ്? മേഘാലയ. മേഘാലയയുടെ ക്യാപിറ്റൽ എവിടെയാണ്? ഷില്ലോങ്. ഓക്കെ, ഇനി വിച്ച് ഈസ് ദ ടോളസ്റ്റ് വാട്ടർഫോൾ ഓഫ് ഇന്ത്യ വിത്ത് എ ഹൈറ്റ് ഓഫ് 1493 ഫീറ്റ്? 1493 അടി ഉയരമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫോൾസ് ഏതാ? കുഞ്ചിക്കൽ വാട്ടർഫോൾസ് ആണ്. ഓക്കെ, കുഞ്ചിക്കൽ വാട്ടർഫോൾസ് കർണാടകയിലാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഓൺ 30th October 2019 CBSE and NCERT New Delhi developed an aptitude test for senior school students. What is the name of the test? അത് ആ സമയത്ത് കറണ്ട് അഫെയർ ആണ്. എന്താണ് ആ ടെസ്റ്റുകളുടെ പേര്? എന്താണ്? തമന്ന. ഓക്കെ, ഇനി in which year did UNESCO include yoga in its intangible cultural heritage list? അല്ലേ, യുനെസ്കോ പൈതൃക പട്ടികയിലും ഓരോ ലിസ്റ്റുകൾ ഉണ്ടാവില്ലേ, അതിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഇന്റർനാഷണൽ യോഗ ദിവസം എന്നാൽ June 21 അല്ലേ. അപ്പോൾ അത് ഏത് വർഷം മുതലാണ് യുനെസ്കോ ഉൾപ്പെടുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 ആണ്. ഓക്കെ, ഇനി 24ാമത്തെ ദിവസം നോക്കാം. ഹൂ ഈസ് ദ ഓൺലി ഇന്ത്യൻ ടു ഹാവ് വൺ ദ യുണൈറ്റഡ് നേഷൻസ് അവാർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? ഓക്കെ, ഇതിൽ എന്താണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ അവാർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കിട്ടിയത് ആരാണ്? നമുക്ക് ഇന്ത്യയിലെ കുഷ്ഠരോഗികളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. കുഷ്ഠരോഗികളെ അവർക്ക് ഒരു നല്ലൊരു കുഷ്ഠരോഗികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും അവഗണിക്കുന്ന ഒരു വർഗ്ഗമായിട്ടല്ലേ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ കുഷ്ഠരോഗ വിമുക്തമായ രാജ്യമാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരുപാട് സഹായിച്ചത് നമുക്കറിയാം മദർ തെരേസയൊക്കെ ഉണ്ട്. അതുപോലെ വേറൊരു ഫേമസ് ആയ വ്യക്തിയാണ് ആര്? ബാബ ആംതെ. ഓക്കെ, ബാബ ആംതെ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സാങ്ച്വറി ഈസ് ഫേമസ് ഫോർ എൻഡേഞ്ചേർഡ് എസ്റ്റുവറിയൻ ക്രോക്കഡൈൽസ് കൺസർവേഷൻ ഇൻ ഇന്ത്യ? ഇതറിയാം, നമ്മുടെ ചീങ്കണ്ണി അല്ലെങ്കിൽ മുതല എന്നൊക്കെ പറയുന്ന ഇവരെ സംരക്ഷിക്കുന്ന ഒരു സാങ്ച്വറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിട്ടാർ കണിക വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, ബിട്ടാർ കണിക എവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ ഇന്ദിരാഗാന്ധി എവിടെയാണ്? തമിഴ്നാടാണ്. ഇന്ദിരാഗാന്ധി തമിഴ്നാടിലാണ്. ഓക്കെ, ബാക്കി ദന്തേലി വൈൽഡ് ലൈഫ് സാങ്ച്വറി കർണാടക, ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മുടെ കേരളത്തിലുള്ളതാണ്. ഓക്കെ, അങ്ങനെ 25 ചോദ്യങ്ങളാണ് ഈ ഷിഫ്റ്റിലെ GK എന്ന് വെച്ച് കഴിഞ്ഞാൽ. എല്ലാം പൊതുവേ ഒരുപാട് ട്വിസ്റ്റിംഗ് അല്ല, ഒരുപാട് നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സെഷനാണ് ഈ GK. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.